While that's so, however, I had to do something soon about our coconuts. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും തേങ്ങ അല്ലേ, തേങ്ങ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, തേങ്ങയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഐ ഹാഡ് ടു ഡൂ സംതിങ് അബൌട്ട് അവർ കോക്കനട്ട്സ്. ഞങ്ങളുടെ തേങ്ങയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തേങ്ങക്ക് എന്ത് പറ്റി? വി നീഡഡ് ദം. ആ തേങ്ങ ഞങ്ങൾക്ക് ആവശ്യമാണ്. ദേ ഫോംഡ് എ പാർട്ട് ഓഫ് അവർ ഡെയിലി ഫുഡ്. അത് ഞങ്ങളുടെ എല്ലാ ദിവസത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. മേ ബി തേങ്ങ അരച്ച കറിയോ തേങ്ങ ഇട്ട കറികളോ തേങ്ങ ആയിട്ടുള്ള കഞ്ഞിയോ അങ്ങനെ പല പല തേങ്ങ വെച്ചുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ബഷീർ ഉദ്ദേശിച്ചേക്കാം. ബട്ട് വാട്ട് കുഡ് ഐ ഡു, ഐ വണ്ടർഡ്. പക്ഷെ എന്താ ഞാൻ ചെയ്യുക എന്നാണ് ബഷീർ ഇങ്ങനെ ആലോചിക്കുന്നത്, അത്ഭുതപ്പെടുകയാണ്. അല്ലെങ്കിൽ ഒരു വണ്ടേർഡ്, എന്ത് ചെയ്യാനാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റുക? കാരണം ബഷീറിനെ സംബന്ധിച്ച് ബഷീറിന് ഇവരെ ഒന്നും നശിപ്പിക്കാൻ ഉദ്ദേശമില്ല. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പം എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ബഷീർ. While I was still wondering, ഞാൻ ആലോചിച്ചിങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത്, I was still wondering അല്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, my wife decided to take things into her own hands one day. എന്താണ്? എൻ്റെ ഭാര്യ തീരുമാനിക്കുകയാണ് ഈ തീരുമാനങ്ങളൊക്കെ സ്വന്തം കയ്യിൽ ചെയ്യാമെന്ന്. My wife decided to take things into her own hands one day. അപ്പം എല്ലാം സ്വന്തം കൈ കൊണ്ട് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തീരുമാനിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. She went shopping for 2 hours and bought many things. അപ്പം എന്താണ്? ഭാര്യ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഭാര്യ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിങ്ങിന് 2 മണിക്കൂർ എടുത്തിട്ടാ ഷോപ്പിംഗ്. എന്നിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കിയാലോ? One was a large tin of rat poison. ഒരെണ്ണം എന്താണ്? ഒരു വലിയ ടിന്നിൽ എന്താണ്? എലിവിഷമാണേ. ഒരു വലിയ ടിൻ നിറച്ച് എലിവിഷം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. The poison was mixed with bananas, rice, tapioca and left everywhere in the compound. അപ്പോൾ ഒരു ലാർജ് ടിൻ റാറ്റ് പോയ്സൺ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പഴം ഉണ്ടായിരുന്നു, അരി ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം ലെഫ്റ്റ് എവറിവെയർ, ഇതെല്ലാം എവിടെ ഉപേക്ഷിച്ചു? പല കോമ്പൗണ്ടിൻ്റെ സ്ഥലത്തിൻ്റെ പല സ്ഥലത്തായിട്ട് ഇവയൊക്കെ വെച്ചു. ഇൻ 4 days, 4 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു? 5 hens, 12 squirrels, 200 rats and a cat disappeared. എന്താണ്? 4 ദിവസത്തിനുള്ളിൽ എന്ത് പറ്റി? 5 കോഴി, 12 അണ്ണാൻ, പിന്നെന്താണ്? 200 എലി, 1 പൂച്ച, ഇവരൊക്കെ അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അപ്പം ഒരു വലിയ ടിൻ റാറ്റ് പോയ്സൺ വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചു. അതിലെല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് പറമ്പിൻ്റെ പല ഭാഗത്തായിട്ട്, കോമ്പൗണ്ടിൻ്റെ പല സ്ഥലത്തായിട്ട് വെച്ചു. ഇതിന് ശേഷം 4 ദിവസത്തിനുള്ള ഇമ്പാക്റ്റ് ആണിത്. 5 കോഴിനെ കാണാനില്ല, പിന്നെയോ 200 എലികളെ കാണാനില്ല, 1 പൂച്ചനെ കാണാനില്ല, 12 അണ്ണാനെയും കാണാനില്ല. എന്നെങ്കിലും കൃത്യമായി ഇങ്ങനെ ബഷീർ തന്നെ അല്ലേ? എന്തായാലും കഥയിൽ ചോദ്യമില്ല. അപ്പൊ ഇവരൊക്കെ അപ്രത്യക്ഷമായെന്നാണ് ബഷീർ പറയുന്നത്. But the tender coconuts went on falling. അപ്പോഴും ടെൻഡർ കോക്കനട്ട്സ് എന്ന് പറഞ്ഞാൽ കരിക്കാണ്, അതായത് അധികം മൂക്കാത്ത കരിക്ക് താഴെ വീണുകൊണ്ടേയിരുന്നു. അപ്പൊ കോക്കനട്ട് എല്ലാം ഈ ചക്ക, മാങ്ങ, ബാക്കിയുള്ള സാധനങ്ങളും പോട്ടെ, ഈ തേങ്ങയും താഴെ വീഴുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? But the tender coconuts went on falling. അവര് പിന്നെ താഴെ വീണുകൊണ്ടേയിരുന്നു. Everyone now accused owls. അപ്പൊ അക്യൂസ് എന്ന് പറഞ്ഞാൽ പുതിയൊരാളെ കുറ്റം ആരോപിച്ചു. ഇത്രയും വിഷം വെച്ചു, ഇത്രയും പേരെ കാണാതെയായി, എന്നിട്ടും തേങ്ങ താഴെ വീഴുന്നതിന് ഒരു കുറവുമില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പുതിയ ആള് കുറ്റം ആരോപിക്കാൻ പുതിയ ആളെത്തി. അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി. ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? മൂങ്ങ, അവളിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. They peck at the tender coconuts. അവര് ഈ കരിക്കില് കൊത്തും. പെക്കെന്ന് പറയാം അവരുടെ ചുണ്ട് കൊണ്ട് കൊത്തി ഉണ്ടാക്കണ ആ സൗണ്ട്. അപ്പൊ they peck at the tender coconuts, അതാണെന്ന് വിചാരിച്ചു. A few months later, however, the real culprits were found out, the bats. കുറേ മാസം കഴിഞ്ഞപ്പോ ശരിക്കുള്ള കുറ്റവാളികളെ കണ്ടെത്തി. ആരായിരുന്നു ശരിക്കുള്ള കുറ്റവാളികൾ? The bats, വവ്വാലുകളായിരുന്നു ശരിക്കുള്ള കുറ്റവാളികൾ. After dusk, huge bats came in swarms and flew straight to the palms where the tender coconuts hung. അപ്പൊ എന്താണ്? സന്ധ്യക്ക് ശേഷം, ഡസ്ക് എന്ന് പറഞ്ഞാൽ സന്ധ്യയാണ് കേട്ടോ. ഡോൺ സുപ്രഭാതത്തിനെ പറയുമ്പോൾ ഡസ്ക് എന്ന് പറയുന്നത് സന്ധ്യനെ പറയണത്, ഈവനിങ്. ഓക്കെ, ആഫ്റ്റർ ഡസ്ക്
ഹ്യൂജ് ബാറ്റ്സ്, വലിയ വവ്വാലുകളാണ്. കെയിം ഇൻ സ്വാംസ്, എങ്ങനെയാണ് സ്വാംസ് എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ. അപ്പോൾ അവർ വലിയ വവ്വാലുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്ന് ആൻഡ് ഫ്ലൂ സ്ട്രേറ്റ് ടു ദ പാംസ്. എങ്ങോട്ടാണ് അവർ പോകുക? നേരെ അവർ അവിടെ ഇവിടെ ടൈമൊന്നും കളയുന്നില്ല. അവർ നേരെ പറന്ന് ചെന്ന് പാംസിൽ. എവിടെയാണ് പാംസ്? പാംസ് എന്ന് പറഞ്ഞാൽ തെങ്ങ് അല്ലേ, തെങ്ങിൽ വെറക്റ്റൻ്റെ കോക്കനട്ട്സ് ആണ്. ഈ കരിക്കൾ തൂങ്ങിക്കിടക്കുന്ന പാംസ് എന്ന് പറയുമ്പോൾ തെങ്ങിലോട്ടാണ് പോകുന്നത്, തെങ്ങിൻ തോപ്പിലോട്ടാണ് അവരുടെ ലക്ഷ്യം. Clinging to the outer coverings of the coconuts, they gone into them from the softest sides at the top. എന്താണ്? അപ്പോൾ അതിൻ്റെ പുറത്ത് ക്ലിങ്ങിങ് ടു ദ ഔട്ടർ കവറിങ്സ് ഓഫ് ദി കോക്കനട്ട്, അതിൽ തൂങ്ങി പിടിച്ച് വവ്വാലുകൾ കണ്ടിട്ടില്ലേ? വവ്വാൽ ഇങ്ങനെ ഇങ്ങനെ കൂങ്ങിക്കിടക്കണ സാധനമല്ലേ, കണ്ടിട്ടില്ലേ? അപ്പോൾ അവർ തൂങ്ങിക്കിടന്ന്, അപ്പോൾ തൂങ്ങിക്കിടന്നിട്ട് എന്ത് ചെയ്യും? ദേ നോവ്ഡ് അല്ലേ, നോവ്ഡ് ഇൻ ടു ദം. എന്താണ് നോവ്ഡ്? നക്കുക എന്നാണ്. അപ്പോൾ ബാറ്റിൻ്റെ നക്ക് കൊണ്ട് നക്കും ഇൻ ടു ദം ഫ്രം ദ സോഫ്റ്റസ്റ്റ് സൈഡ് അറ്റ് ദ ടോപ്പ്. അതിൻ്റെ സോഫ്റ്റസ്റ്റ് സൈഡില്ലേ, കരിക്കല്ലേ, നല്ല സോഫ്റ്റ് ആയിരിക്കില്ലേ, അതിൽ നക്കും. ഓക്കെ, എന്നിട്ട് അതാണ് കഴിക്കണം. വെൻ ദേ ഹാഡ് കട്ട് ത്രൂ ദ കേണൽ വിത്തിൻ. അപ്പോൾ ഇവർ കേണൽ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് പാർട്ട് ഓഫ് ദ നട്ടാണ്, അതായത് തേങ്ങയുടെ സോഫ്റ്റ് പാർട്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ദേ സക്ക്ഡ് ഔട്ട് ദ സ്വീറ്റ് നറിഷിംഗ് വാട്ടർ സ്റ്റോർഡ് ഇൻസൈഡ് ആൻഡ് ഫ്ലൂ അവേ സാറ്റിസ്ഫൈഡ്. അപ്പോൾ തെങ്ങിൻ്റെ ആ കരിക്ക് കാണുമ്പോൾ അറിയാം നമുക്ക് കരിക്ക് എങ്ങനെയാണെന്നില്ലേ, കരിക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ കരിക്ക് കാണുമ്പോൾ ഈ വവ്വാലുകൾ ഇതിന് ചുറ്റും തൂങ്ങിക്കിടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നക്കിയിട്ട്, നോവ്ഡ് എന്ന് പറയുമ്പോൾ നക്കുക എന്നാണ് അർത്ഥം. സോഫ്റ്റ് സൈഡ് ഉണ്ട് അവിടെ ടോപ്പിൽ, അതിൽ കൂടി നക്കി അവരുടെ നാക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി ആ കേണൽ, ആ സോഫ്റ്റ് എഡിബിൾ പാർട്ടിലെത്തി ആ വെള്ളം മുഴുവൻ കുടിച്ച് സംതൃപ്തരായിട്ട് എന്ത് ചെയ്യും? പറന്നു പോകും. അപ്പോൾ ഇത് താഴെ വീഴും. കാരണം ആ ടിപ്പാണ്, അതായത് ആ തേങ്ങ തൂങ്ങി കിടക്കുന്ന ആ ടിപ്പല്ലേ ഇവർ പൊട്ടിക്കുന്നേ, ആ ഭാഗമാണ് ഏറ്റവും സോഫ്റ്റ്, അതാണ് അവർ പൊട്ടിക്കണത്. അപ്പോൾ അത് അവർ വെള്ളം കുടിച്ച് അവർ സംതൃപ്തരായിട്ട് അവർ പറന്നു പോകും എന്നാണ് പറയുന്നത്. നറിഷിങ് വാട്ടർ അല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ കരിക്കിൻ്റെ വെള്ളം? കുടിച്ചിട്ടില്ലേ? ടെൻഡർ കോക്കനട്ട് ഷേക്ക്, ടെൻഡർ കോക്കനട്ട് ജ്യൂസ്, എന്തൊക്കെ സാധനങ്ങൾ കിട്ടും. അത് കൂടാതെയാണ് നല്ല നാടൻ കരിക്കും വെള്ളവും കരിക്കും. ആയി അല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ? അപ്പം അത് കുടിക്കാനാണ് വന്നിരുന്നത്. ആരാണ് വന്നിരുന്നത്? കുറ്റവാളികൾ ആരായിരുന്നു? വവ്വാലായിരുന്നു. പാവം കുറേ എലികളും ഇതൊക്കെ ചത്തുപോയി, കോഴിയും ഒക്കെ ചത്തുപോയില്ലേ, അവരാണെന്ന് വിചാരിച്ചല്ലേ. Let us buy a gun, said my wife. We can shoot the bats, the foxes and the polecats with it. എന്താണ് പറയണത്? നമുക്കൊരു തോക്ക് വാങ്ങിക്കാന്ന്. അപ്പോൾ ഭാര്യ പുതിയ തീരുമാനമായിട്ട് വന്നു, നമുക്കൊരു തോക്ക് വാങ്ങിക്കാന്ന്. സെഡ് മൈ വൈഫ്, എൻ്റെ ഭാര്യ പറഞ്ഞു നമുക്കൊരു തോക്ക് വാങ്ങിക്കാന്ന്. We can shoot the bats, the foxes and the polecats with it. നമുക്ക് ഇതിനെ ഷൂട്ട് ചെയ്യാം. ആരാ? വവ്വാലിനെയൊക്കെ നമുക്ക് വെടിവെച്ചിടാം. പിന്നെ എന്ത് ചെയ്യാം? കുറുക്കനെ വെടിവെച്ചിടാം. പിന്നെ പോൾകാറ്റ്സ്, വെഴുകിനെ വെടിവെച്ചിടാന്ന്. അപ്പം ഈ 3 ജീവികളെയും വെടിവെച്ചിടാം. അപ്പോൾ ഒരു തോക്ക് കൊണ്ട് പല ഗുണങ്ങൾ അല്ലേ, ഒരു വെടിക്ക് പല പല പക്ഷികൾ എന്ന് പറഞ്ഞല്ലേ. നോട്ട് മീ, ഐ സെഡ്. ഗൺസ് ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെന്റഡ്. ഞാനില്ല. ബഷീറിന്റെ ഉത്തര, നോട്ട് മീ. ഞാനില്ല, വെടിവെക്കാനൊന്നും ഞാനില്ല. ഐ സെഡ് ഗൺസ് ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെന്റഡ്. ബഷീർ എന്താ പറയുന്നത്? തോക്കുകൾ ഉണ്ടാക്കാനേ പാടില്ലായിരുന്നു. മനസ്സിലായോ? തോക്കുകൾ ഉണ്ടാക്കാനേ പാടില്ലായിരുന്നു. തോക്കുകൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കേണ്ട ഒരു സാധനമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഷുഡ് ഹാവ് നെവർ ഹാവ് ബീൻ ഇൻവെന്റഡ്. But alas, a few days later, my wife's cousin turned up with a grim-looking gun. എന്താണ്? പക്ഷെ കഷ്ടമായിപ്പോയി. എന്താണ്? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ കസിൻ എന്ന് നമുക്കറിയാമല്ലോ, സ്വന്തം ആങ്ങളെയല്ല, വേറെ ഒരു, അതായത് അപ്പൻ്റെ അനിയൻ്റെയോ അനിയത്തിയുടെയോ അങ്ങനെയൊക്കെ റിലേഷൻ. കസിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും. അപ്പോൾ എന്തായാലും മൈ വൈഫ് കസിൻ ടേൺഡ് അപ്പ് വിത്ത് എ ഗ്രിം ലുക്കിംഗ് ഗൺ. അപ്പോൾ കസിൻ വന്നു. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ വരിക, വീട്ടിലോട്ട് വന്നു. വെറുതെ അല്ല വന്നാൽ, ചുമ്മാ അല്ല വന്നത്, കയ്യിലൊരു തോക്കുമുണ്ടായിരുന്നു. ഗ്രിം ലുക്കിംഗ് ഗൺ അല്ലേ. ഹി സെഡ് നിയർലി 3000 കോക്കനട്ട്സ് ആർ ഡിസ്ട്രോയിഡ് എവറി ഡേ. ഭാര്യ പരാതി പറയലേലും ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. ഒരു ദിവസം 3000-നടുത്ത് കോക്കനട്ടാണ് നശിപ്പിക്കുന്നത്. വല്ലാത്തൊരു കണക്കായിപ്പോലെ. ഒരു ദിവസം നശിക്കുന്ന കോക്കനട്ട് എന്ന് പറയുന്നത് 3000-ന്റെ അടുത്താ. 3 or 5 ഒന്നും അല്ല, 3000. ദീസ് ബാറ്റ്സ് ആർ ദ പെസ്റ്റ്. ഈ കീടനാശിനികൾ എന്ന് പറയുന്നത്
ഈ വവ്വാലുകളാണ്. ബട്ട് ദർ ഇസ് നോ പോയിന്റ് ഇൻ ഷൂട്ടിംഗ് ബാറ്റ്സ് ഡൗൺ അറ്റ് ദിസ് സ്പോട്ട്. പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്ത് അതുങ്ങളെ കൊല്ലുന്നതിൽ ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓൺ എ ലിറ്റിൽ ഐലൻഡ് ഇസ്ലെറ്റ് നിയർ ബൈ സ്റ്റാൻഡ്സ് ആൻ ഓൺ ടെമ്പിൾ. അപ്പം എന്താണ്, കുറച്ച് മാറി ഒരു ഐലൻഡിൽ, ഒരു ദ്വീപിൽ, ഇത് ഇസ്ലെറ്റ് ആണ്. ഇസ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു ദ്വീപ് എന്നാണ് അർത്ഥം. ഇസ്ലെറ്റ് നിയർ ബൈ, അപ്പോൾ കുറച്ച് മാറിയുള്ള ഒരു ചെറിയ ദ്വീപിൽ ഒരു പഴയ അമ്പലമുണ്ട്. സ്റ്റാൻഡ്സ് ആൻ ഓൾഡ് ടെമ്പിൾ. നെക്സ്റ്റ് ടു ഇറ്റ് ഗ്രോ എ പെയർ ഓഫ് ബനിയൻ ട്രീസ്. അപ്പൊ അതിന് ചുറ്റും കുറെ ആൽമരങ്ങളുണ്ട്. ബനിയൻ ട്രീസ് എന്ന് പറഞ്ഞാൽ ആൽമരങ്ങളുണ്ട്. യു ക്യാൻ സീ അറ്റ്ലീസ്റ്റ് 3000 bats ഹാങ്ങിങ് ഓൺ ദ twigs ഓഫ് ദ ബനിയൻ ട്രീസ്. അപ്പൊ എന്താണ്, ആ മരത്തിന്റെ, ആ ആൽമരക്കൊമ്പുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 3000 അടുത്ത് ആരുണ്ടെന്നാണ് പറയുന്നത്, വവ്വാലുകളുണ്ട്. ഐ എം ഗോയിങ് ടു കിൽ ദം ഓൾ. ഞാൻ അവരെ എല്ലാവരെയും കൊല്ലാൻ പോകുകയാണ്. അപ്പം നമ്മളിവിടെ കണ്ടു. പക്ഷെ നമ്മൾ ഇത്രയും തീവ്രമാണെന്ന് വിചാരിച്ചില്ലല്ലേ ഈ തേങ്ങയുടെ നഷ്ടം. ഒരു ദിവസം 3000 തേങ്ങയാണ് വവ്വാലുകൾ നശിപ്പിക്കുന്നത്. അപ്പൊ വവ്വാലിന ഇവിടെ വരുന്ന വവ്വാലുകളെ വെടിവെച്ച് വീഴ്ത്തിയാൽ പോരാ എന്നാണ് ആ കസിൻ പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്, ഒരു ദൂരെ മാറിയ ഒരു ദ്വീപുണ്ട്, ആ ദ്വീപിന്റെ അടുത്തൊരു പഴയ അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ അവിടെ എന്താണ്, കുറേ ആൽമരങ്ങളുണ്ട്. ആ ആൽമരത്തില് ആണ് 3000 ബാറ്റ് അല്ലെങ്കിൽ വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് അവരെ വെടിവെച്ചിട്ടാണ് കാര്യമുള്ളത് എന്നാണ് പറയുന്നത്. I prayed fervently. Oh bats, bats, save your lives. എന്താണ്, അപ്പൊ ബഷീർ ഇവിടെ എന്തായാലും ബഷീറിന് അതിനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ബഷീർ ഇവിടെ ഫെർവെന്റ്ലി എന്ന് പറഞ്ഞാൽ തീക്ഷ്ണമായി, ഭയങ്കര കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്, ഓ ബാറ്റ്സ്, ബാറ്റ്സ് സേവ് യുവർ ലൈഫ്. ഓ വവ്വാലുകളെ നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കൂ എന്നാണ് ആര് പറയുന്നത്, ബഷീർ പറയുന്നത്. ബഷീറിന് രക്തത്തിൽ പങ്കൊന്നുമില്ല. പക്ഷെ ബഷീർ ഒന്നും മീൻസ് അവരെ എതിർത്തിട്ട് കാര്യമില്ലല്ലോ, കാരണം അവർ പറയുന്നത് കാര്യമാണല്ലോ. 3000 തേങ്ങ ഒരു ദിവസം നശിച്ചു പോകാന്ന് പറയണം. തേങ്ങക്കൊക്കെ ഭയങ്കര വിലയുള്ള ടൈമല്ലേ. ഇറ്റ് വാസ് അസ്റ്റോണിഷിങ്, ഇറ്റ് വാസ് എ മിറക്കിൾ. എന്താണ്, അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരുന്നു, അതൊരു മാജിക് അല്ലെങ്കിൽ ഒരു അത്ഭുതമായിരുന്നു നടന്നേ അല്ലേ. എന്തായിരുന്നു, ദി ബാറ്റ്സ് വേർ സേവ്ഡ്. അപ്പോൾ ബഷീർ ഭയങ്കര തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ സംഭവിക്കുന്നുണ്ട്, വവ്വാലുകൾ രക്ഷപ്പെട്ടു. എങ്ങനെയാണ് വവ്വാലുകൾ രക്ഷപ്പെട്ടത് അറിയാനൊരു ആകാംക്ഷയ്ക്ക് ആയില്ലേ നോക്കാം. My wife and a cousin came back in about 2 hours time looking really scared. അപ്പൊ എൻ്റെ ഭാര്യയും ഭാര്യയുടെ കസിനും 2 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്നു. ചുമ്മാ തിരിച്ചൊന്നും വന്നില്ല, മുഖം കണ്ടു കഴിഞ്ഞാൽ നല്ല പേടിച്ച ഭാവമുണ്ട്. അപ്പൊ എന്തോ പണി കിട്ടിയിട്ടുണ്ടല്ലേ, എന്തോ പണി കിട്ടി, അതല്ലേ മുഖമൊക്കെ പേടിച്ചിരിക്കണത്. എങ്ങനെയാണ് മുഖം പേടിച്ചിരിക്കണം അല്ലേ, ഭയങ്കര ടെൻഷനായിട്ട്. My wife said, we just managed to escape narrowly. എന്താണ് ഭാര്യ പറയുന്നത്, ഭാര്യ പറയണേ ഞങ്ങള് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. We just managed to escape narrowly. ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നതാണ്. There are some houses around the temple. ആ അമ്പലത്തിന്റെ ചുറ്റും കുറച്ച് വീടുകളുണ്ട്. അപ്പൊ ഇവര് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടെന്നാ പിന്നെ അവര് കഥ പറയാണ് അവിടെ എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ എന്താണ്, ആ അമ്പലത്തിന്റെ ചുറ്റും കുറച്ച് വീടുകളുണ്ട്. ആ വീട്ടിൽ എന്ത് പറ്റി നോക്കാം. When we arrived at the place, 100 people with weapons surrounded us within minutes. അപ്പോൾ ഞങ്ങള് ആ സ്ഥലത്തെത്തിയപ്പോൾ എന്ത് പറ്റി, ഒരു 100 ആളുകൾ ആയുധങ്ങളുമായിട്ട് ഞങ്ങളെ ചുറ്റി, അതും മിനിറ്റുകൾക്കുള്ളിൽ. അപ്പോൾ ഇവര് അവിടെ എത്തി, മിനിറ്റുകൾക്കുള്ളിൽ ഒരു 100 കണക്കിന് ആളുകൾ ആയുധങ്ങൾ, അവരുടെ കയ്യിൽ ആയുധങ്ങളായിട്ട് ഇവരെ ചുറ്റി. ഇവരുടെ ചുറ്റും അത്ര ആൾക്കാർ വന്നു എന്നാണ് പറയുന്നത്. They looked menacing. എന്തായിരുന്നു menacing എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നവര്. ഇതുമാതിരി ദേഷ്യമൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തൂലേ, അതേപോലെ നോക്കി. They looked menacing. If we shoot at the bats, they said, they would kill us. നിങ്ങൾ ഈ വവ്വാലുകളെ കൊന്നാൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും, അതാണ് അവർ പറഞ്ഞത്. അപ്പൊ ഈ 100 കണക്കിന് ആളുകൾ ചുറ്റും വന്നില്ലേ, അവരെന്താണ് പറയുന്നത്, ഇഫ് യു കിൽ ദ ബാറ്റ്സ് വി കിൽ യു അല്ലെ, നിങ്ങൾ വവ്വാലുകളെ കൊന്നാൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും. They would kill us. Do you know why? They believe that bats are the souls of their ancestors.
എന്തുകൊണ്ടാണെന്നറിയോ എന്നാണ് ബഷീറിനോട് ചോദിക്കുന്നത്. അവര് വിശ്വസിക്കുന്നത് ആ വവ്വാലുകൾ അവരുടെ പൂർവികരുടെ ആത്മാക്കളാണെന്ന്. എന്താണ് അവര് വിശ്വസിക്കുന്നത്? വവ്വാലുകൾ അവരുടെ പൂർവികരുടെ ആത്മാക്കളാണെന്ന്. അതുകൊണ്ടിട്ടാണ് ബാറ്റിനെ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വവ്വാലിനെ കൊന്നു കഴിഞ്ഞാൽ ഇവരെ കൊല്ലുമെന്ന് അവർ പറയുന്നത്. I took a decision then. അപ്പോ ഞാനൊരു തീരുമാനം എടുത്തു. എന്തായിരുന്നു ബഷീറിന്റെ തീരുമാനം? I said firmly, bats are no ancestors of ours. ഞാൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, വവ്വാലുകൾ നമ്മുടെ പൂർവികരൊന്നുമല്ല. But they are among God's countless creations. പക്ഷേ തീർച്ചയായും ദൈവത്തിന്റെ എണ്ണാൻ പറ്റാത്ത ആ ക്രിയേഷൻസിലെ ഒന്നാണ് വവ്വാലുകൾ. ദൈവത്തിന്റെ എണ്ണാൻ പറ്റാത്ത സൃഷ്ടികളിൽ ഒന്നാണ് വവ്വാലുകളും. Let the coconuts be destroyed. തേങ്ങയൊക്കെ നശിച്ചു പോട്ടെ. That doesn't matter. അതൊന്നും പ്രശ്നമേ അല്ല. Let us be satisfied with what is left after they have taken their share. അവരുടെ ഷെയർ എടുത്തതിന് ശേഷം എന്താണോ നമുക്ക് ബാക്കി കിട്ടുന്നത് അത് മതി നമുക്കെന്നാണ് ബഷീർ പറയുന്നത്. They certainly have a right to the coconuts. അവർക്കും ഈ തേങ്ങയിൽ അവകാശമുണ്ട്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അവർക്കും ഈ തേങ്ങയിൽ അവകാശമുണ്ട് എന്നാണ് ബഷീർ പറയുന്നത്. All living beings are the rightful inheritors of the earth. എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ ശരിയായ അവകാശികളാണ്, അല്ലെങ്കിൽ അവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട് എന്നാണ് ബഷീർ പറയുന്നത്. നമ്മുടെ ചാപ്റ്റർ തീർന്നു കേട്ടോ. കഥയൊക്കെ കേട്ട് രസിച്ചിരുന്ന് പോയോ? ഈ ഭൂമിയുടെ അവകാശികൾ മുഴുവൻ വായിച്ചു നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ ഭാഗങ്ങൾ ഇനി നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. അപ്പൊ നമ്മുടെ ചാപ്റ്റർ തീർന്നു. നമുക്ക് ഇത്ര ഉള്ള പഠിക്കാൻ. ഓക്കെ, നമുക്ക് ഇത്ര ഉള്ള പഠിക്കാൻ. അപ്പൊ മനസ്സിലായില്ലേ എന്താണ് ബഷീർ ഉദ്ദേശിച്ചെന്ന്? മനസ്സിലായോ? ഈ ഭൂമിയിൽ എല്ലാവർക്കും അവകാശമുണ്ടെന്നാണ് ബഷീർ വളരെ വ്യക്തമായി പറഞ്ഞത്. മിസ് പഠിപ്പിച്ചത് മനസ്സിലായില്ലേ? ചാപ്റ്റർ കൃത്യമായിട്ട് മിസ് പഠിപ്പിച്ചു തന്നില്ലേ? അപ്പൊ എല്ലാം മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നോക്കാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. They did not seem to care for anyone in the world, not even the government. Who are they referred to? അവർ ലോകത്തിലെ ആരെയും ഗവൺമെന്റിനെ പോലും പരിഗണിക്കുന്നതായി തോന്നിയില്ല. ആരെയാണ് അവർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്നത്? The trespassers, which included birds, butterflies, crows, hawks, mongooses, foxes and a cobra. ഇനി നമുക്ക് ലിസ്റ്റ് കൂട്ടാലേ. സ്ക്വിറൽസ് ഉണ്ട്, പിന്നെ ആരാണ്? നമ്മുടെ ബാറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവരെയാണ്, ട്രെസ്പാസ് ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ ബഷീർ അങ്ങനെ പരാമർശിച്ചിരിക്കുന്നത്. God has made them for all the creatures and we had better remember that occasionally. What message do we get from the given statement? രണ്ടാമത്തെ ചോദ്യമാണ്. ദൈവം അവയെ എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? The message I get is that the various edible roots, fruits, grass, grain, flowers, water, air, warmth and light are made not just for man but for all the creatures. അപ്പോൾ ദൈവം ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്കും കൂടി മാത്രമല്ല ബാക്കി എല്ലാ ജീവികൾക്കും കൂടി അവകാശപ്പെട്ടതാണ് അല്ലേ? നമുക്ക് മാത്രം വേണോ? നമുക്ക് കൂടി വേണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും അവകാശമുണ്ട്. We should be able to share these things with them. അപ്പോൾ നമ്മൾ ഇവരായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. We can shoot the bats, the foxes and the polecats with their gun. Do you think what the author's wife says is right? If so, justify your answer. വവ്വാലുകളെയും കുറുക്കന്മാരെയും വെരുകുകളെയും തോക്കുകൊണ്ട് വെടിവെക്കാം. എഴുത്തുകാരന്റെ ഭാര്യ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കുക. No, she is not right. All creatures have a right to live on this earth. We have no right to kill them the way we like. നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്, നമുക്ക് തോന്നണ പോലെ അവരെയൊന്നും കൊല്ലാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 1 നമ്മൾ പോകുന്നത്. എന്താന്ന് നോക്കാം. In the story you can find the following exchanges between the authors and his wife. Read the story again and complete the conversation between them. അപ്പോൾ ഒരു ഇത് തന്നിട്ടുണ്ട്, നമുക്കൊരു കോൺവെർസേഷൻ. അപ്പോൾ ആ കോൺവെർസേഷൻ ഫിൽഡ് അല്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജ് ഇങ്ങനെയാണ്. അപ്പോൾ ബഷീറിന്റെ ഭാഗം ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, ഭാര്യ എന്തോ ഉത്തരം പറയുന്നുണ്ട്, പിന്നെ ബഷീർ പറയുന്നുണ്ട്, പിന്നെ ഭാര്യ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഫില്ലല്ല, 2 കോളം എന്തായാലും നിങ്ങൾക്ക് ബ്ലാങ്ക് കാണാം അല്ലേ?
We are the owners of this land. The birds, bees, reptiles and insects too have a right to this land just as we have എന്ന് ബഷീർ പറയുന്നുണ്ട്. ഭാര്യ എന്ത് ഉത്തരം പറയണ്ട, അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ബഷീർ പറയുന്നുണ്ട്, let us buy a gun. We can shoot the bats, the foxes and the polecats with it എന്നാണ് പറയുന്നത്. നമുക്ക് ഫില്ല് ചെയ്യാം. ഇതാണ്. ഓക്കെ, we are the owners of this land already മിസ് വായിച്ചല്ലോ. Are you saying rats have a right as well? They don't seem to think we humans have any. They go about as though the earth belongs to them. എന്താണ്? Anyway, I had no taste for killing rats or anything else. അപ്പോൾ റാറ്റിനല്ല, ആരെയും കൊല്ലണം എനിക്ക് താല്പര്യമില്ല. ആ കോൺവെർസേഷൻ മിസ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കും ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യാം. മിസ് ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതും ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ ചെയ്തത് എവിടെ നിന്നാണ്? എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ടാണ് കേട്ടോ. സോ നിങ്ങൾക്കും എക്സാം പോയിന്റ് ബുക്സ് ഒക്കെ വാങ്ങിച്ച് റെഫർ ചെയ്യാം. ആക്ടിവിറ്റി 2 ആണ്, ലുക്ക് അറ്റ് ദ പോസ്റ്റർ. വാട്ട് മെസ്സേജ് ഡസ് ദിസ് പോസ്റ്റർ കൺവേ? അപ്പോൾ ഒരു പോസ്റ്ററാണ്, ഈ എല്ലാ ജീവജാലങ്ങളെയൊക്കെ കാണിച്ചിട്ട് സെർവ് എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയെ രക്ഷിക്കാൻ എങ്ങനെയാണ്? ലെറ്റ് us live in harmony. നമുക്ക് ഒത്തൊരുമിച്ച് ജീവിക്കാമെന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങളോട് എന്താണ് ആക്ടിവിറ്റി പറയുന്നത്? The poster tells the importance of living in harmony. Trees, birds, animals, grass and people should be in harmony as this earth belongs to all. എല്ലാവർക്കും അവകാശപ്പെട്ടതായതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒത്തൊരുമിച്ച് ജീവിക്കാം എന്നുള്ളൊരു മെസ്സേജാണ് പോസ്റ്റർ തരുന്നത്. നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? Now prepare a poster on the theme every creature has a right to live on earth. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പല പല ജീവജാലങ്ങളുണ്ട്, ഒരു വില്ലേജ് ആണ് മിസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും പല ജീവികളും മനുഷ്യരും വീടും എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ലീവ് ഇൻ ഹാർമണി, ലീവ് ഇൻ പീസ് എന്നാണ് മിസ് പറഞ്ഞിരിക്കുന്നത്. ഒത്തൊരുമിച്ച് ജീവിച്ച് സമാധാനത്തോടെ ജീവിക്കാം എന്നുള്ള ഒരു മെസ്സേജാണ് മിസ് ഈ പോസ്റ്ററിലൂടെ തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാം. ഒരു ഐഡിയ ആണ് മിസ് ഇവിടെ കാണിച്ചത് കേട്ടോ. ആക്ടിവിറ്റി 3, does the earth only belong to human beings? What is the author's view about this? Pick out sentences from the text to justify the author's view. എന്താണ്? ഒരു ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണോ? ഓഥറിന്റെ വ്യൂ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓഥറിന്റെ വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഓഥർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. പിക്ക് ഔട്ട് സെന്റൻസസ് ഫ്രം ദ ടെക്സ്റ്റ് ടു ജസ്റ്റിഫൈ ദ ഓഥേഴ്സ് വ്യൂ. ഓഥറിന്റെ വ്യൂ ജസ്റ്റിഫൈ ചെയ്യാനുള്ള വരികൾ നമ്മുടെ പാഠത്തിൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു ഓൺലി ദ ഹ്യൂമൻ ബീങ്സ്. എന്താണ്? ഈ ഭൂമി മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഇറ്റ് ബിലോങ്സ് ടു ഓൾ ക്രിയേച്ചേഴ്സ് ബിഗ് ആൻഡ് സ്മോൾ. ഈ ഭൂമി ആർക്കൊക്കെയാണ്? ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമി അവകാശമുണ്ട്. അതാണ് നമ്മുടെ ഉത്തരം. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വ്യൂ എഴുതി. ഇനി ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്നു അല്ലെ. ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്ന എന്ത് വേണം? ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്ന ആ കറക്റ്റ് ഓഥർ പറയുന്ന ആ വാക്കുകളും കൂടി വേണം. അപ്പൊ ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്, കൊട്ടേഷൻസ് ഫ്രം ദ ടെക്സ്റ്റ് ആണ്. എന്താണ്? നൗ while we are the owners of this land, without a doubt the birds, beasts, reptiles and insects to have a right to these things just as we have. God has made them for all the creatures and we had better remember them occasionally. ആ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത് എല്ലാവർക്കും അവകാശം ഉണ്ടെന്നുള്ളത്. രണ്ടാമത്തെ എന്താണ്? ബാറ്റ്സ് ആർ നോ ancestors of ours. ഈ വവ്വാലുകൾ എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരൊന്നുമല്ല. But they are amongst God's countless creatures. All living beings are the rightful inheritors of the earth എന്ന ആ സെന്റൻസും ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു കൊട്ടേഷൻസ് ആണ് നമുക്ക് തരുന്നത് അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ആ ലൈൻ എടുത്ത് എഴുതണം കേട്ടോ, കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതണം. അപ്പോൾ മനസ്സിലായല്ലോ ഈ ആക്ടിവിറ്റി. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാവേ. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ സ്റ്റോറി. അപ്പോൾ ഇനി സ്റ്റോറിയിലെ സെന്റൻസ് വന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. Hadn't the whole earth been taken over by man? അപ്പോൾ സെന്റൻസിന്റെ അർത്ഥം അറിയാലോ, മിസ് പറയുന്നില്ല. ഇവിടെ ബൈ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദ അണ്ടർലൈൻ വേർഡ് ബൈ ഇസ് എ പ്രപ്പോസിഷൻ. അപ്പോൾ ആ വേർഡ് ബൈ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നാണ് പറയുന്നത്? പ്രപ്പോസിഷൻ ആണെന്ന്. യു നോ വാട്ട് ഇസ് എ പ്രപ്പോസിഷൻ? പ്രപ്പോസിഷൻ എന്താണ്? ഇറ്റ് ഇസ് എ പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെ. പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒരു ഭാഗമാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് സ്മോൾ ഷോർട്ട് വേർഡ്സ് ആണ്, കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സ്. ഓക്കെ, പിന്നെ അത് നമുക്ക് എവിടെയാണ്, എന്താണ്, ഇന്ന, ഓൺ, ബൈ, വിത്ത്, അതൊക്കെയുള്ള കുറേ വേർഡ്സ് ഉണ്ട് പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഗ്രാമർ ക്ലാസ്സിൽ കാണാം. ഹിയർ ഇസ് അനദർ സെന്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. It was a 2-acre plot with coconut palms and an old house where we could live.
വേറെ സെന്റൻസ്, those were the days when the price of coconut was going up and I was in high spirits at the thought of the palms laden with coconuts. The word with is also a preposition. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിത്തും ഒരു പ്രൊപ്പോസിഷൻ തന്നെയാണ്. ഓക്കെ, പ്രൊപ്പോസിഷൻ ആണ്. Look at the pictures and read the sentences given along with them. അപ്പോൾ സെന്റൻസസും പിക്ചേഴ്സും നോക്കുക, അതിൻ്റെ ഒപ്പമുള്ള സെന്റൻസ് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിക്ചർ കാണാലോ അല്ലേ? ഷീ ഈസ് സിറ്റിംഗ് ബൈ ഹർ കമ്പ്യൂട്ടർ ആൻഡ് സ്പീക്കിംഗ് ഓവർ ദ ഫോൺ. ഇവിടെ ബൈ മിസ് വേറെ കളർ ആക്കിയിട്ടുണ്ട്. ഇനി എന്താണ്? ദ ഫീൽഡ് വാസ് ടേക്കൺ ഓവർ ബൈ കോൺക്രീറ്റ് ബിൽഡിങ്സ്. അപ്പോൾ അതിൻ്റെ പിക്ചറും ഉണ്ട്. ഹരിത ഓൾവേസ് കംസ് ടു സ്കൂൾ ബൈ ബസ്, അതും തന്നിട്ടുണ്ട്. Every day my teacher comes with a smile on her face. She is very friendly with us. She takes us with her whenever she goes out for a walk in the garden. അപ്പോൾ ബൈയും വിത്തും പ്രപ്പോസിഷൻ ആണ് എന്നത് നമുക്ക് മനസ്സിലായി അല്ലേ? ബൈയും വിത്തും മിസ് വേറെ കളറിലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി എന്താണ് ഇവിടെ? പ്രപ്പോസിഷൻ വെച്ച് ഫിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റി ആണ്. Fill in the blanks choosing the right prepositions given in brackets. By, with, from, of, in, at. ഇത്രയും വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രിപ്പോസിഷൻ മിസ് പറഞ്ഞു, ശ്രദ്ധിച്ച് ചെയ്യണം, കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ ചൂസ് എ കറക്റ്റ് ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് പറഞ്ഞു നോക്കിയിട്ട് ചെയ്യണം. അപ്പം നമുക്ക് വായിച്ച് നോക്കാം. ഹരിത റീച്ച്ഡ് ഹോം ഫ്രം സ്കൂൾ ഡാഷ് 6 o'clock in the evening. ഹരിത എത്ര മണിക്കാണ് എത്തിയിരിക്കുന്നത്? 6 മണിക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എത്ര മണി? ഹരിത റീച്ച് ഹോം ഫ്രം സ്കൂൾ അറ്റ് അല്ലേ? അവിടെ അറ്റാണ് വരിക, അറ്റ് 6 o'clock. അപ്പം അറ്റ് കഴിഞ്ഞു. പിന്നെ എന്താണ്? ഹെർ മദർ വാസ് ആംഗ്രി ഡാഷ് ഹെർ. ആരോടാണ് അമ്മ ദേഷ്യം വന്നത്? വിത്ത് ഹെർ അല്ലേ? മോളോട് ദേഷ്യം വന്നു, വൈകിയില്ലേ എത്തിയപ്പോൾ. ഷി വാസ് ലേറ്റ് ബിക്കോസ് ദർ വാസ് എ ക്വിസ് കോമ്പറ്റീഷൻ ഡാഷ് സ്കൂൾ. എവിടെയായിരുന്നു ഉണ്ടായിരുന്ന ക്വിസ് കോമ്പറ്റീഷൻ? ഇൻ ദ സ്കൂൾ അല്ലേ? സ്കൂളിൽ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഷി ബാഗ് ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ കോൺടെസ്റ്റ് ഓർഗനൈസ്ഡ്. ആരാണ് ഓർഗനൈസ് ചെയ്തതെന്ന് പറയുമ്പോൾ ബൈ ദ ലിറ്റററി ക്ലബ് ഓഫ് ദ സ്കൂൾ. ബൈ ആണ്. She was awarded a cash prize of ₹1,000. Her mother was very happy and was proud dash her daughter. ആരെ കുറിച്ചാണ് പ്രൗഡ് തോന്നിയത്? ഓഫ്. അവിടെ ഓഫ് ആണ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ പ്രിപ്പോസിഷൻസ് വെച്ച് ഫിൽ ചെയ്തു. ടെക്സ്റ്റ് ബുക്കിലും ഫിൽ ചെയ്യണേ. Activity 4. Look at the following sentence. While I was still wondering, my wife decided to take things into her hands one day. The word while is used to combine two sentences. while വെച്ചിട്ട് 2 sentences കമ്പൈൻ ചെയ്തേക്കുവാണ്, ഒന്നാക്കിയിരിക്കുവാണേ. അപ്പോൾ നമുക്കുള്ള ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. Here while shows 2 actions happening at the same time. ഒരേ സമയത്ത് നടക്കുന്ന 2 കാര്യങ്ങളെയാണ് while വെച്ചിട്ട് കമ്പൈൻ ചെയ്യുന്നത്. The above sentence can be split into 2. അതുകൊണ്ട് തന്നെ ഈ സെന്റൻസിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. It can be written as I was still wondering അല്ലേ? While I was still wondering എന്ന് പറയാം. I was still wondering ആയി. My wife decided to take things into her hands one day. അപ്പോൾ അത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്താണ്? Now split the sentences following sentences into 2. ഇനി നിങ്ങൾക്ക് കുറേ സെന്റൻസ് തന്നിട്ടുണ്ട്, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. While the author was traveling home, he heard the result of his exam. അപ്പോൾ എന്താണ് ഇത്? സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം നമ്മൾ. അപ്പം നമ്മൾക്ക് എഴുതാം, while ഫസ്റ്റിലെ while കളഞ്ഞാൽ മതി. The author was traveling home. എന്നിട്ട് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടണം. ഓക്കെ, നെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഹി ഹേർഡ് ദ റിസൾട്ട് ഓഫ് ഹിസ് എക്സാംസ്. ഒരെണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത ഡിവൈഡ് ചെയ്യാം. While I was making dinner, my sister was watching television. എന്താണ്? I was making dinner. My sister, full stop ഇടാൻ മറക്കരുത് കേട്ടോ. My sister was watching television. പിന്നെന്താണ്? While I was speaking over phone, my friend was reading magazine. അപ്പോൾ എന്താണ്? ഐ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന? I was speaking over phone. ഫസ്റ്റ് സെന്റൻസ് എന്താണ്? My friend was
റീഡിങ് മാഗസിൻ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വൈൽ ഐ വാസ് അറ്റ് സ്കൂൾ ഐ വാസ് ഗുഡ് ഇൻ മാത്സ്. എന്താണ്? ഐ വാസ് അറ്റ് സ്കൂൾ. വൈൽ മാറ്റിയിട്ട് 2 സെന്റൻസ് ആക്കിയാൽ മതി. എളുപ്പമല്ലേ ഈ ആക്ടിവിറ്റി? ഐ വാസ് ഗുഡ് ഇൻ മാത്സ്. നമുക്ക് 2 സെന്റൻസ് എല്ലാത്തിലും കിട്ടുന്നുണ്ട് കേട്ടോ. വൈൽ മൈ ഫാദർ വാസ് ക്ലൈംബിംഗ് ദ സ്റ്റെയർസ് ഹി സ്ലിപ്ഡ് ഡൗൺ ആൻഡ് ഫെൽ ഡൗൺ. he slipped and fell down അല്ലേ? My father was climbing the stairs. ഫസ്റ്റ് സെന്റൻസ്. സെക്കൻഡ് എന്താണ്? ആ കോമ കഴിഞ്ഞിട്ടുള്ള ഭാഗം എപ്പോഴും സെക്കൻഡ് സെന്റൻസ് ആവും. he slipped and fell down. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ മിസ് ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ടാണ്. അപ്പോൾ അഡീഷണൽ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്യാം. പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്യാം കേട്ടോ. സോ വി ഹാവ് റീച്ച് ദ സമ്മറി അല്ലേ? അപ്പം നമ്മൾ ഒരു നല്ലൊരു പാഠത്തിൻ്റെ ബുക്ക് തീർച്ചയായിട്ടും വായിക്കണം കേട്ടോ. എന്തെങ്കിലും കിട്ടുമ്പോൾ വായിക്കുമ്പോൾ മിസ്സിനെ ഓർക്കണം. മിസ് പറഞ്ഞ ആ ശൈലിയൊക്കെ ഒന്നും മനസ്സിലാക്കിയെടുക്കണം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികളായിരുന്നു മിസ് പറഞ്ഞ ബുക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചത് ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് ആയിരുന്നു. ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ അല്ലെങ്കിൽ ശരിയായ അവകാശികൾ ആരാണെന്നാണ് ബഷീർ പറയുന്നത്. ബഷീർ വാങ്ങിച്ച ആ 2 ഏക്കർ ഭൂമിയിൽ അതിക്രമിച്ച് കടന്നവർ തന്നെയാണ് ഭൂമിയുടെ അവകാശികൾ എന്നാണ് ബഷീർ പറയുന്നത് അല്ലേ? ആദ്യം ബഷീർ അവരൊക്കെ അതിക്രമിച്ച് കടന്നവർ അല്ലെങ്കിൽ ട്രെസ്പാസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം പാഠത്തിന്റെ അവസാനം എത്തുമ്പോൾ ബഷീർ പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും തുല്യാവകാശമുണ്ട്. നമ്മൾ മനുഷ്യർ മാത്രം അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്, ഇതെന്റെ വീടാണ് എന്ന്. അപ്പോൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ബഷീർ ആവശ്യപ്പെടുന്നത്. ഇന്നും അതൊന്നും നടപ്പിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നടപ്പിലാക്കാൻ നമുക്കും ശ്രമിക്കാം. അപ്പോൾ ബഷീറിനെ പോലെ നമുക്കും ആവാം അല്ലേ? കുറച്ചൊക്കെ അവകാശമൊക്കെ ബാക്കിയുള്ളവർക്കും കൊടുക്കാം. നമ്മൾ മാത്രം സ്വന്തമായിട്ട് ഒരു സെൽഫിഷ്നെസ് ഒക്കെ മാറ്റി വെക്കണ്ടേ? അപ്പോൾ എല്ലാവർക്കും പാഠം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മിസ്. നല്ല പാഠമല്ലേ? എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിക്കാൻ? അപ്പോൾ ട്രെസ്പാസേഴ്സ് ആരാന്ന് വെച്ചാൽ എല്ലാവരും എഴുതണം കേട്ടോ. പേരൊക്കെ തെറ്റാതെ, സ്പെല്ലിംഗ് ഒക്കെ മറക്കാതെ ഒക്കെ എഴുതണം. സ്പെല്ലിംഗ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് എഴുതി പഠിച്ചോളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ. ബൈ.